TBKയുടെ പരിപാടികളിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കേരളത്തിൽ നിന്നടക്കം പ്രൊഫഷണൽ ബൗൺസർമാരല്ലാത്തവരെ കൊണ്ടുപോയെന്ന ആരോപണം. 19-ന് മധുരയിൽ നടന്ന പരിപാടിക്ക് വേണ്ടി എറണാകുളത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പിൽ ബൗൺസേഴ്സിനെ ആവശ്യപ്പെട്ട് പരസ്യം വന്നു. നിരവധി പേർ ഇത്തരത്തിൽ ബൗൺസർമാരാകാൻ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട് എന്ന മലയാളിയുടെ ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. പ്രൊഫഷണൽസായിട്ടുള്ള ഒരു ഏജൻസി ഇവർ ഏൽപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഈ ഏജൻസി കൊണ്ടുവന്ന ബൗൺസേഴ്സ് ഇതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന ആളുകളെ നിരുപരാധികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത എന്നാൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോകുന്ന ഹൈറ്റും വെയിറ്റും ഉള്ളവരെയാണ് ഈ ഏജൻസി ഒരുപക്ഷെ തെരഞ്ഞെടുത്തിട്ടുണ്ടാകുക. അതെ അതെ, അപ്പോഴാണ് ഈ കേരളത്തില് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പുകളിലാണ് ഈ ഒരു മെസ്സേജ് വന്നത്, ബൗൺസേഴ്സിനെ ക്ഷണിക്കുന്നു പറഞ്ഞു. അപ്പൊ അതിനകത്ത് അവര് നോക്കുന്നത് ഹൈറ്റും വെയിറ്റും കണ്ടു കഴിഞ്ഞാൽ ലുക്ക് കണ്ട് ഒരു ബൗൺസർ ആണെന്ന് തോന്നിക്കണം എന്നുള്ളതാണ് അവർ പറയുന്ന മാനദണ്ഡം. അതായത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പിലാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അമൽ, വിജയുടെ റാലിക്കിടെയുണ്ടായ വലിയ ദുരന്തം, 40 പേർ മരിച്ച സംഭവം, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചില വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. നേരത്തെ നടന്ന റാലികളിൽ പോലും ഇത്തരത്തിൽ സംഘാടനത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പ്രൊഫഷണൽ ബൗൺസേഴ്സ് അല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്തിയാണ് അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചത്. നേരത്തെ തന്നെ വിജയുടെ ബൗൺസർമാർ ജനങ്ങളോട് മോശമായി പെരുമാറിയെന്ന വാർത്തയും അടിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പുറത്തു വന്ന ഈ വെളിപ്പെടുത്തൽ, അതിന് പിന്നിൽ എന്താണ്, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് അമൽ? TBKയുടെയും വിജയുടെയും രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടാവുകയും അതിനെ തുടർന്ന് തമിഴ്നാട് ഒന്നാകെ കണ്ണീരിലാഴ്ന്നു നിൽക്കുന്ന ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത 24 പുറത്തുവിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് TBKയുടെ പരിപാടികളിൽ ബൗൺസർമാരായിട്ട് ആളുകളെ നിയോഗിച്ചിരുന്നത് പല സംസ്ഥാനത്തിന്, അതായത് തമിഴ്നാടിന് പുറത്തും അകത്തും പുറത്തുമുള്ള പലയിടങ്ങളിൽ നിന്നായിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഈ ബൗൺസർമാരായിട്ട് കൊണ്ടുപോവുകയും ഈ പരിപാടി നിയന്ത്രിക്കാൻ നിയോഗിക്കുകയും ചെയ്തിരുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നടക്കം ആളുകളെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക്, പ്രത്യേകിച്ചും എറണാകുളത്തേക്ക് സ്വകാര്യ വാഹനങ്ങൾ, ബസ്സുകൾ അടക്കം വന്ന് ഇവിടെ നിന്നും ആളുകളെ കയറ്റി തമിഴ്നാട്ടിൽ ഈ പരിപാടി നടക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോവുകയും അവർക്ക് താമസവും ഭക്ഷണവും അതുകൂടാതെയുള്ള അവരുടെ ശമ്പളവും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ശമ്പളം കൈപ്പറ്റിയതിന്റെ അടക്കം തെളിവുകൾ, അതിന്റെ ചാറ്റുകൾ, വാട്സപ്പ് ചാറ്റുകൾ നമ്മളിപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ബൗൺസർമാരായി നിയോഗിച്ചു എന്നൊരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ ബൗൺസർ ജോലി ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ചില മികവുണ്ടായിരിക്കണം. ആ ജോലിയോട് പുലർത്തേണ്ട ചില സമീപനങ്ങളുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിവൈകാരികമായ സാഹചര്യങ്ങളെല്ലാം നേരിടേണ്ടതുണ്ട്. ഇതിനൊന്നും പരിശീലനം കിട്ടിയവരെ ആയിരുന്നില്ല ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. 19-ാം തീയതി മധുരയിൽ നടന്ന പ്രശ്നം നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് ബൗൺസർമാർ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉപദ്രവിക്കുന്ന ഒരു പരാതി അടക്കം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പരിപാടിയിലും ഇത്തരത്തിൽ ബൗൺസർമാരെ കൊണ്ടുപോകാൻ കേരളത്തിൽ നിന്ന് പലതരത്തിലുള്ള സംഘങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.